KSTB റോഡിൽ അപകടം തുടർക്കഥയായ ചെറുകുന്ന പുന്നച്ചേരിയിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ച് കണ്ണപുരം പോലീസ്. നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച 2 പേരാണ് ഇവിടെ ബൈക്ക് അപകടത്തിൽ മരിച്ചത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിൽ ചെറുകുന്ന പുന്നച്ചേരിയിൽ ഇതിനോടകം വാഹനാപകടത്തിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ വർഷം 5 പേരുടെ ജീവനെടുത്ത അപകടം നടന്നതും പുന്നച്ചേരിയിലെ പെട്രോൾ പമ്പിന് സമീപത്താണ്. കഴിഞ്ഞ ആഴ്ച മാത്രം 2 അപകട മരണമാണ് പുന്നച്ചേരിയിൽ നടന്നത്. ബൈക്ക് അപകടങ്ങളിൽ കവിണിശ്ശേരി സ്വദേശി രജീഷിനും അതിയടത്തെ സജിത്ത് ബാബുവിനുമാണ് ജീവൻ നഷ്ടമായത്. വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ കണ്ണപുരം പോലീസ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചിട്ടുണ്ട്. പലപ്പോഴും റോഡ് മുറിച്ചു കടക്കുന്നത് പോലും ജീവൻ പണയം വെച്ചാണ്. അപകടം ഒഴിവാക്കാൻ ശാശ്വത നടപടി ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. അപകടം എത്ര സംഭവിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ ഓർമ്മയില്ല. അത്രയും എണ്ണം ഇവിടെ നടന്നിട്ടുണ്ട്. മരണത്തിൽ തന്നെ ഒരു 3-4 ആള് മരിച്ചതിന്റെ ഇതിൽ തന്നെ ഞാൻ തന്നെ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്ന ഇത് ഉണ്ടായിട്ടുണ്ട്. വാഹന കുറച്ച് ഡ്രൈവർമാരുടെ അശ്രദ്ധ അതിനകത്തുണ്ട്. അതുപോലെ 2 വീലറും പ്രൈവറ്റ് വാഹനം ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് പ്രൈവറ്റ് വാഹനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ 2 ആള് മരിച്ചതിന് ശേഷം കൂടി ഇപ്പം പോലീസുകാർ കൊണ്ടുവന്നിട്ട് ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതിനെ പോലും മറികടന്ന് അതിന്റെ ഇടയിലെ ഗ്യാപ്പിലെ കൂടെ എല്ലാം നൂണ് പായുന്ന ഒരു സംഭവം എന്നുള്ളത്. അതുകൊണ്ട് ഇത് കർശനമായി ഇതെല്ലാം വേണ്ട എന്റെ അഭിപ്രായത്തിൽ താവം മുതൽ ഇങ്ങോട്ടേക്ക് ഒരു ഡിവൈഡർ സംവിധാനം ആക്കി കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ്. അവര് ശരിക്കുള്ള ഭാഗത്തെ കൂടി പോകുന്ന ബൈക്കുകാരാണ് ഇപ്പൊ നടന്ന 2 അപകടത്തിലും അടിച്ചിട്ടത്. 2 ആള് മരിച്ചതും അങ്ങനെയാണ്. ഇതിപ്പോ ഒരു 50 മീറ്റർ ഉള്ളിലായിട്ട് ഇപ്പൊ ഒരു 5 ആള് കഴിഞ്ഞ കുറച്ച് മുമ്പാണ് പെട്രോൾ പമ്പിന്റെ അടുത്ത് നിന്ന് വെച്ചത്. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തുനിന്ന്. അപ്പൊ ഇതെല്ലാം ഈ സ്ഥലത്ത് നിന്നാണ് ഈ അപകടം സംഭവിക്കുക. അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് ആളേക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അത്രയും വളരെ ഗുരുതരമാണ്. റോഡ് ക്രോസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം ഒന്ന് വാഹനപ്പെരുപ്പം ഈ ഡിവൈഡർ പോലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ വളരെ ഗുരുതരമാണ് ഈ ഭാഗത്തുള്ള അവസ്ഥ. ഇനിയും അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അധികൃതർ ഇടപെട്ട് ശാശ്വതമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.